നീലൂരാണ് അച്ഛൻ്റെ വീട്. അച്ഛന് മൈസൂരിലാണ്. അച്ഛന് കർത്താവ് നൽകിയൊരു അത്ഭുത രോഗശാന്തിയുടെ സാക്ഷ്യം ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് ഫോണിലൂടെ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ സൗഖ്യവും മറ്റൊന്ന് നേരിട്ട് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ സൗഖ്യം, രണ്ട് വലിയ സൗഖ്യങ്ങൾ അച്ഛന് കർത്താവ് നൽകി. സാക്ഷ്യം നമുക്ക് കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്നേഹമുള്ളവരെ, ഞാൻ CMA സഭയിൽപ്പെട്ട വൈദികനാണ്. എനിക്ക് ഈ അടുത്ത ഒരു 3 മാസത്തോളമായിട്ട് എന്ത് ഭക്ഷണം കഴിച്ചാലും അല്ലെങ്കിൽ വെള്ളം കുടിച്ചാലും ഉടനെ യൂറിൻ പോകണം എന്നുള്ളൊരു വലിയൊരു അസ്വസ്ഥതയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ യാത്ര പോകാനും അല്ലെങ്കിൽ ഒരു ക്ലാസ്സിനിരിക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുമായിരുന്നു. കാരണം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ മൂത്രമൊഴിക്കുവാനായിട്ടുള്ള ഒരു അങ്ങനെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്താണ് എൻ്റെ വയറ്റിലൊന്നുമില്ല, വെള്ളം കുടിക്കുന്നത് അതുപോലെ തന്നെ അത് മൂത്രമായിട്ട് പോകുന്നു, അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥ. അപ്പോൾ ഇതുമായിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ മൈസൂർ പഠനത്തിൻ്റെ ഭാഗമായിട്ട് മൈസൂരിലായിരിക്കുമ്പോൾ അവിടെ വെച്ച് ഞാൻ സാബു ചേട്ടനെ, മൈസൂരിലുള്ള സാബു ചേട്ടനെ പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ അച്ഛന്മാർ യാത്ര ചെയ്യുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ഇത് മനസ്സിലായി. ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മൂത്രമൊഴിക്കാനായിട്ട് പോകുന്ന ആ അവസ്ഥ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ചോദിച്ചു എന്താണ് കാരണം എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം സാബു ആറുതൊട്ടി ബ്രദറിനെ വിളിക്കാമെന്നും അങ്ങനെ ഫോണിലൂടെ സാബു ചേട്ടൻ സാബു ബ്രദറിനെ വിളിക്കുകയും അങ്ങനെ ഫോണിലൂടെ സാബു ബ്രദർ വണ്ടിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. അന്ന് തൊട്ട് ആ നിമിഷം തൊട്ട് ഈശോ സാബു ബ്രദറിൻ്റെ പ്രാർത്ഥനയിലൂടെ എനിക്ക് സൗഖ്യം തന്നു. ആ സൗഖ്യം സാക്ഷ്യപ്പെടുത്താനായിട്ട് ഞാൻ നെല്ലിക്കുറ്റിയിൽ ബ്രദർ അവിടെ ഒരു കൺവെൻഷൻ നടത്തുന്ന അവസരത്തിൽ അത് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് അവിടെ പോയി. അപ്പോൾ സാക്ഷ്യപ്പെടുത്തിയ അവസ്ഥയിൽ ആ അവസരത്തിൽ ഞാൻ എൻ്റെ വേറൊരു അസുഖം ഞാൻ ബ്രദറിനോട് പറയുകയും അത് എനിക്ക് പൾസ് കുറയുന്ന ഒരു അവസ്ഥയുണ്ട്. പൾസ് ഏകദേശം ഒരു 40-45 ആ റേറ്റിലാണ് എൻ്റെ പൾസ് നിൽക്കുക. നോർമലായിട്ട് അതൊരു 60 അല്ലെങ്കിൽ 70 ആ ഒരു റേഞ്ചിൽ നിൽക്കേണ്ടതാണ് പൾസ് സാധാരണ. പക്ഷേ വളരെ കുറവ്, പണ്ട് തൊട്ടേ അങ്ങനെ കുറഞ്ഞാണ് നിൽക്കുന്നത്, 40 അല്ലെങ്കിൽ 45 അതിൽ കുറഞ്ഞു പോകുമെന്നുള്ളൊരു പേടിയിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ അത് ഞാൻ സാബു ബ്രദറിനോട് പറയുകയും സാബു ബ്രദർ ഹൃദയത്തിൽ നെഞ്ചി തൊട്ട് അത് പ്രാർത്ഥിക്കുകയും അന്ന് തൊട്ട് ഞാൻ തിരിച്ച് ചെന്നപ്പം ഞാനത് പൾസ് നോക്കി, അന്ന് തൊട്ട് അത് 60-ൻ്റെ താഴെ താന്നിട്ടില്ല, 60-ൻ്റെ മുകളിലേക്ക് ആണ് ആ പൾസ് നിൽക്കുക. അപ്പോൾ സർവശക്തനായ ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ സാബു ബ്രദറിലൂടെ ഇനി അനേകർ ഈശോയിലേക്ക് വരുവാനും അനേകർക്ക് വളരെയധികം സൗഖ്യങ്ങളും അനുഭവങ്ങളും ലഭിക്കുവാനായിട്ട് സാബു ബ്രദറിനെ ഇനിയും ഉപയോഗിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമുക്കറിയാം ഒത്തിരി സൈബറായിട്ടുള്ള ആക്രമണം സാബു ബ്രദർ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് സാബു ബ്രദറിനെതിരെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളൊക്കെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് സാബു ബ്രദറിന് വേണ്ടിയിട്ട് കിങ് ജീസസ് ഈ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഈ ഒരു കൂട്ടായ്മ വളരെയധികം ശക്തി പ്രാപിച്ച് ഈശോയിലേക്ക് ഒത്തിരി പേരെ എത്തിക്കുവാനായിട്ട് ഈ കൂട്ടായ്മയ്ക്ക് സാധിക്കട്ടെ. സാബു ബ്രദറിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുവാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നു. ഒത്തിരി നന്ദി. പ്രൈസ് ദി ലോർഡ്. അന്ന് അച്ഛനു വേണ്ടി ഫോണിലൂടെ പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ കർത്താവ് സ്പർശിച്ചു. അത്ഭുതമായിട്ട് ആ ഒരു പീഡ നിരന്തരമായിട്ടല്ലേ, ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പോകണമെന്നുള്ള ആ ഒരു പീഡ കർത്താവ് സൗഖ്യമാക്കി. നെല്ലിക്കുറ്റിയിൽ നടന്ന ഏകദിന കൺവെൻഷനിൽ അച്ഛനോട് വന്നു. ഞാൻ അന്നേരം ഇങ്ങനെ ചങ്കലിങ്ങനെ കൈവച്ച് ഒന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അച്ഛാ ഹാർട്ടിനെ കർത്താവ് തൊട്ടെന്ന് പറഞ്ഞു. അല്ലേ അച്ഛാ? അതെ, അത്ഭുതകരമായിട്ട് അച്ഛൻ്റെ ഹാർട്ടിന് ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റും ഇല്ലെന്നാണ് അച്ഛൻ സാക്ഷ്യപ്പെടുത്തുന്നത്. നോർമലാണ്. അത്ഭുതകരമായിട്ട് ഹൃദയത്തിൻ്റെ ആ ഒരു പൾസ് റേറ്റ് കൂടി 45-ൽ നിന്ന് 65-ന് മേളിലേക്ക് പൾസ് റേറ്റ് കൂടി എന്നാണ് അച്ഛൻ പറയുന്നത്. അതിനുശേഷം ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. ഇത് ഈശോയുടെ പ്രവൃത്തിയാണ്. നമുക്കറിയാം 1 പത്രോസ് 2:24 അവൻ്റെ മുറിവിനാൽ ഞങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ തിരുമുറിയിലൂടെ സൗഖ്യമുണ്ട്. ഹൃദയത്തിൽ വിശ്വസിച്ചു കർത്താവിനെ സൗഖ്യമാക്കും. ആ വിശ്വാസം മതി, യേശു തൊടും സൗഖ്യം നൽകും. നമുക്ക് 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാം. അച്ഛൻ ഇപ്പോൾ വിദേശത്തേക്ക് പോകാനായിട്ട്, പെറു എന്ന രാജ്യത്തേക്ക് പോകാനായിട്ട് സ്പാനിഷ് ഭാഷയൊക്കെ പഠിക്കുകയാണ്, പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. അപ്പോൾ അച്ഛന് ആ ദേശത്തേക്ക് പോയി മിഷൻ പ്രവർത്തനമൊക്കെ ചെയ്യണം. അതിനുവേണ്ടിയൊക്കെ അച്ഛന് വലിയൊരു അഭിഷേകം പകരുവാൻ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെല്ലാവരും വലിയ സ്നേഹത്തോടെ ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അച്ഛന് നൽകിയ അത്ഭുത രോഗശാന്തി ഓർത്ത് നന്ദി പറയുന്നു. അച്ഛന് കൂടുതൽ ആരോഗ്യവും ആത്മാവിൻ്റെ ശക്തി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹാർട്ടും
ലങ്സുമൊക്കെ കൂടുതൽ ശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാഷ പഠിക്കുവാനുള്ള വലിയ കൃപ കൊടുക്കണമേ കർത്താവേ. ലോകമെമ്പാടും പോയി കർത്താവിന് വേണ്ടി വേല ചെയ്യാനുള്ള ആത്മാവിൻ്റെ അഭിഷേകവും വരദാനങ്ങളെല്ലാം നിറയ്ക്കണമേ. ഞങ്ങളെല്ലാവരും വലിയ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. അമ്മേ ദൈവമാതാവേ, അമ്മ കാത്തോളണമേ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.